ഹേ ആദിത്യൻ, ആദിത്യൻ, വേക്കപ്പ്, വേക്കപ്പ്. ആദിത്യന്റെ കവിളുകളിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ വിളിച്ചു. അവൻ പതിയെ കണ്ണു തുറന്നു. മുകളിൽ കറങ്ങുന്ന ഫാനിൽ അവന്റെ കണ്ണുകൾ ഉടക്കി. ആദിത്യൻ. തന്റെ പേര് വിളിച്ച ഭാഗത്തേക്ക് അവൻ തിരിഞ്ഞു നോക്കി. പുഞ്ചിരിച്ചുകൊണ്ട് ഡോക്ടർ അവനെ നോക്കി. ആദിത്യൻ, ഇതാരൊക്കെയാണെന്ന് അറിയുമോന്ന് നോക്കിക്കേ. ഡോക്ടർ കാണിച്ച ഭാഗത്തേക്ക് അവൻ നോക്കി. പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുകയായിരുന്നു അവന്റെ അച്ഛനും അമ്മയും. അവന്റെ മുഖത്ത് അപരിചിത ഭാവങ്ങളായിരുന്നു. പക്ഷെ ആ മുഖങ്ങൾ തന്റെ മനസ്സിൽ എവിടെയൊക്കെയോ നിന്ന് ഉയർന്നു വരുന്നത് അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓർമ്മകൾ കെട്ടുപൊട്ടിയ പട്ടം പോലെ പാറിപ്പോവുകയായിരുന്നു. അവൻ അവരുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു. മോനെ, ആദിത്യ, അവർ വേദനയോടെ വിളിച്ചു. തിരിച്ചറിവിന്റെ തിളക്കം അവന്റെ കണ്ണുകളിലുണ്ടായി. അമ്മ, അമ്മ. അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. അമ്മേ, അച്ഛാ. അവന്റെ വിളി കേൾക്കാൻ കാതോർത്തിരുന്നെന്ന പോലെ അവർ അവനരുകിലേക്കിരുന്നു. മോനെ. അവർ വാത്സല്യത്തോടെ അവന്റെ തലയിൽ തലോടി. അധികം സ്ട്രെയിൻ എടുപ്പിക്കണ്ട, ഒന്നും ചോദിക്കുകയും വേണ്ട, ഡോക്ടർ പറഞ്ഞു. ശരി ഡോക്ടർ. ആദിത്യൻ റെസ്റ്റ് എടുക്കട്ടെ. ഡോക്ടർ റൂമിൽ നിന്നിറങ്ങി ക്യാബിന് നേർക്കു നടന്നു. എക്സ്ക്യൂസ് മീ ഡോക്ടർ. അദ്ദേഹം തിരിഞ്ഞു നോക്കി. ഹാ, ഇതാര്? ഹരിയോ? ഞാൻ ഡോക്ടറിനെ നോക്കി ക്യാബിനിൽ പോയിരുന്നു. അപ്പോൾ പറഞ്ഞു ആദിത്യന്റെ റൂമിലുണ്ടെന്ന്. ആദിത്യന് എങ്ങനുണ്ട് ഡോക്ടർ? ഹാ ഹരി, വരൂ, നമുക്ക് ക്യാബിനിലേക്ക് ഇരിക്കാം. ഡോക്ടർക്ക് പിന്നാലെ ഹരിയും രാഹുലും ചെന്നു. രണ്ടാളും ഇരിക്കൂ. ദാ നിങ്ങൾക്ക് ആവശ്യമായ റിപ്പോർട്ട്. ഡോക്ടർ ഒരു ഫയൽ എടുത്ത് ഹരിക്കു നേർക്കു നീട്ടി. അവനത് വാങ്ങി നോക്കി. ആദിത്യന്റെ ഇത്രയും ദിവസത്തെ ചികിത്സയുടെ റിപ്പോർട്ടാണത്. അവനെ രക്ഷിക്കാൻ ഈ റിപ്പോർട്ട് മതിയാകില്ലേ? ഈ പെൻഡ്രൈവിൽ അവനെ അഡ്മിറ്റ് ചെയ്തതു മുതലുള്ള റെക്കോർഡ്സ് ഉണ്ട്. ഡോക്ടർ ഒരു പെൻഡ്രൈവ് കൂടി ഹരിക്കു നൽകി. താങ്ക്സ് ഡോക്ടർ. എന്നാൽ ഞങ്ങളങ്ങോട്ട്. ഓക്കെ. ഡോക്ടർക്ക് കൈകൊടുത്ത് രണ്ടാളും പുറത്തേക്കിറങ്ങി. ഹരി, എന്തൊക്കെയാണ് നടന്നത് ഒന്നും ഓർക്കാൻ കൂടി വയ്യ. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ ഹരി രാഹുലിന്റെ മുഖത്തേക്ക് നോക്കി. നമ്മളൊക്കെ വെറും ഓർമ്മകൾ മാത്രമായി അവശേഷിച്ചേനെ. ഒരിക്കലും കണ്ടെത്തില്ലായിരുന്നു ആ ഗ്രൂപ്പിനെ. ഒരുപാട് ജീവനുകൾ പൊലിയുമായിരുന്നു. രാഹുലിന്റെ മനസ്സിലേക്ക് ആ ദൃശ്യങ്ങൾ ഒഴുകി വന്നു. രക്തത്തുള്ളികളുടെ ഉറവിടം തേടി നടന്നെത്തിയത് ബാൽക്കണിയിൽ. ആ കാഴ്ച ഓർത്തപ്പോൾ തന്നെ രാഹുലിന്റെ നെഞ്ചൊന്ന് പിടച്ചു. നെറ്റിയിൽ വീണ വെള്ളത്തുള്ളി കൈകൊണ്ട് തുടച്ച് മുകളിലേക്ക് നോക്കിയ രാഹുലും മുജീബും ഞെട്ടിവിറച്ചു. മുകളിലെ ഫാനിലായി തൂങ്ങിയാടുന്ന ഒരു മനുഷ്യരൂപം. അതിൽ നിന്നും രക്തത്തുള്ളികൾ ഇറ്റു വീണുകൊണ്ടിരിക്കുന്നു. തൂങ്ങിയാടുന്ന കൈകളിലെ മാംസമെല്ലാം വലിച്ചു പറിച്ചെടുത്ത പോലെ. രാഹുൽ ലൈറ്റ് അതിന്റെ മുഖത്തേക്കടിച്ചു. ആവണി. രണ്ടാളും ഒരുപോലെ ഞെട്ടി പിന്നിലേക്കു മാറി. പെട്ടെന്നൊരലർച്ചയോടെ ഒരു രൂപം അവർക്കു മേലേക്ക് ചാടി വീണു. കയ്യിലിരുന്ന ലൈറ്റ് തെറിച്ചുപോയി. രണ്ടാളും നിലതെറ്റി തറയിലേക്ക് മറഞ്ഞു. ഇരുട്ടിലൊന്നും കാണാനാകാതെ രണ്ടാളും വിറച്ചു. പെട്ടെന്ന് രാഹുലിന്റെ കാലിൽ പിടുത്തം വീണു. രാഹുൽ കാൽ വലിക്കാൻ നോക്കിയെങ്കിലും ആ കൈയുടെ കരുത്ത് കൂടി വന്നതേയുള്ളൂ. കാലിൽ എന്തോ കുത്തിയിറക്കുന്നതുപോലെ രാഹുലിന് തോന്നി. അവൻ അലറി വിളിച്ചുകൊണ്ട് കാൽ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. മുജീബ് അവിടെയെല്ലാം പരതി നോക്കി. കയ്യിൽ തടഞ്ഞ കസേര വലിച്ചെടുത്ത് മുജീബ് ആ രൂപത്തെ ആഞ്ഞടിച്ചു. രാഹുലിന്റെ കാലിലെ പിടിവിട്ട് ആ രൂപം മുജീബിന്റെ നേർക്കു തിരിഞ്ഞു. നേരിയ പ്രകാശത്തിൽ ആ രൂപത്തെ കണ്ട് രണ്ടാളും ഞെട്ടിവിറച്ചു. നേരത്തെ കണ്ട വാമ്പയറിന്റെ മറ്റൊരു രൂപം. ശരീരം നിറയെ രക്തം. വായിലൂടെ രക്തം കിനിഞ്ഞൊഴുകുന്നു. രാഹുലിനും മുജീബിനും രക്തം മരവിച്ച പോലെ തോന്നി. രണ്ടാളും വീണപ്പോൾ കയ്യിലിടുന്ന തോക്ക് തെറിച്ചുപോയിരുന്നു. ആ രൂപം തന്റെ നേർക്കടുക്കുന്നത് ഭയത്തോടെ നോക്കി നിൽക്കാനേ മുജീബിനായുള്ളൂ. തങ്ങളുടെ അന്ത്യമെടുത്തെന്ന് അവന് തോന്നി. ദയനീയതയോടെ മുജീബ് രാഹുലിനെ നോക്കി. താഴേക്ക് ഓടാനായി രാഹുൽ അവനോട് ആംഗ്യം കാണിച്ചു. പെട്ടെന്ന് മുജീബ് താഴേക്കിറങ്ങി ഓടി. പിന്നാലെ ഓടാനാഞ്ഞ രാഹുൽ എന്തിനോ തട്ടി തലയിടിച്ചു വീണു. ബോധം മറിയും മുന്നേ അവൻ കണ്ടു തന്റെ മേലേക്ക് ചാടി വീണ ആ രൂപത്തിനെ. രാഹുൽ, രാഹുൽ. മുഖത്ത് ശക്തിയായി വെള്ളം വീണപ്പോൾ അവൻ പതിയെ കണ്ണു തുറന്നു. ചുറ്റിനും കുറെ കാക്കിധാരികൾ. രാഹുൽ, നിനക്കൊന്നുമില്ലല്ലോ, എണീക്ക്. മുജീബ് രാഹുലിനെ എണീക്കാൻ സഹായിച്ചു. തലയ്ക്ക് ചെറിയൊരു പെരുപ്പ് പോലെ. രാഹുൽ തലയൊന്നു കുടഞ്ഞു. രാഹുൽ, തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ അനിരുദ്ധ്, നിങ്ങളെത്തിയോ? എന്തോ ഓർത്ത് രാഹുൽ ചാടി എഴുന്നേറ്റു. അനിരുദ്ധ്. അനിരുദ്ധ് മുന്നോട്ട് നടന്നു. പിന്നാലെ രാഹുലും മുജീബും. സ്റ്റെയർകേസിന്റെ താഴെയായി തുണിയിട്ട് മൂടിയതിനരുകിൽ അവർ നിന്നു. അതിനരുകിൽ നിന്ന പോലീസുകാരൻ ആ തുണി മാറ്റി. രാഹുൽ ഒന്നേ നോക്കിയുള്ളൂ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇത് നിങ്ങളെ ആക്രമിക്കുന്നതാണ് കണ്ടത്. വെടിവെക്കുകയല്ലാതെ വേറൊരു മാർഗമുണ്ടായിരുന്നില്ല. റൂമിലെ അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മുകളിൽ ഒരു ബോഡി ഉണ്ടായിരുന്നു.
ആ ബോഡിയിലെ മാംസം പകുതിയിലധികവും ഇത് കഴിച്ചു. രാഹുൽ മുകളിൽ ഒരു രഹസ്യ വഴി കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിൽ ഇനി താമസിക്കാൻ പാടില്ല. എത്രയും വേഗം രാജേഷിനെയും ഹരിയെയും കണ്ടെത്തണം. അനിരുദ്ധ് എല്ലായിടവും കവർ ചെയ്തിട്ടുണ്ട് രാഹുൽ. മുന്നോട്ട് പോകും തോറും എന്താണ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. കരുതലോടെ വേണം മുന്നോട്ട് നീങ്ങാൻ. രഹസ്യ വഴിയുടെ അരികിൽ ചെന്നപ്പോൾ രാഹുൽ ഒന്ന് നിന്നു. മുജീബ് ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഒരുപക്ഷെ ഇതുവഴിയാകുമോ അവർ വന്നത്? സാധ്യതയില്ലാതില്ല രാഹുൽ. ലിഫ്റ്റ് പോലെയുള്ള ഒന്നാണ് ഈ വഴി. ഇതിലൂടെ ഇറങ്ങിയാൽ ഒരു ഇടനാഴിയിലാണ് എത്തുക. അവിടെ നിന്നും ട്രോളി പോലെ ഒന്നുണ്ട്. ഒരുപക്ഷെ അതിലൂടെയാകാം അകത്തേക്ക് പോകുന്നത്. അനിരുദ്ധ് പറഞ്ഞു നിർത്തി. എല്ലാവരും അതിലൂടെ താഴേക്കിറങ്ങി. അനിരുദ്ധ് പറഞ്ഞ പോലെ ട്രോളി പോലെ ഒന്ന് അവിടെ ഉണ്ടായിരുന്നു. അതും കടന്നവർ മുന്നോട്ട് നടന്നു. കുറേ ദൂരം മുന്നോട്ട് പോയി. പോകും തോറും ഒന്നും കാണാനാകാത്ത രീതിയിൽ ഇരുട്ട് കൂടിക്കൂടി വന്നു. ഇരുളിലൂടെ തപ്പിത്തടഞ്ഞ് രാഹുൽ മുന്നോട്ട് നടന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു അനക്കവും ഇല്ലാതായി. രാഹുൽ പതിയെ തിരിഞ്ഞ് അവരെ വിളിച്ചു നോക്കി. ആരും വിളി കേട്ടില്ല. രാഹുൽ തോക്കിൽ മുറുകെ പിടിച്ചു. തന്റെ കഴുത്തിനു പിന്നിലൊരു നിശ്വാസം പോലെ രാഹുലിന് തോന്നി. രക്തത്തിന്റെ ഗന്ധം അവൻ അനുഭവപ്പെടാൻ തോന്നി. രാഹുലിന് വല്ലാതെ മനം പിരട്ടൽ തോന്നി. അവൻ പിന്നിലേക്ക് തിരിഞ്ഞു. ഇരുട്ടിൽ ഒന്നും കാണാനാവുന്നില്ല. രണ്ടും കൽപ്പിച്ചവൻ മുന്നോട്ടോടി. പെട്ടെന്ന് എന്തിലോ തട്ടിയവൻ തെറിച്ചു വീണു. പെട്ടെന്ന് അവിടമാകെ അരണ്ട പ്രകാശം പരന്നു. രാഹുൽ തലയുയർത്തി ചുറ്റിനും നോക്കി. തനിക്ക് ചുറ്റും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ആളുകൾ നിൽക്കുന്നു. അവരുടെ കയ്യിൽ വാളുപോലുള്ള ആയുധം. ആരുടെയും മുഖം കാണാനാവുന്നില്ല. എന്തൊക്കെയോ അവർ പറയുന്നുണ്ട്. അനിരുദ്ധ് എവിടെ? മുജീബ് എവിടെ? കൂടെയുണ്ടായിരുന്ന ആരെയും കാണാനില്ല. പെട്ടെന്ന് അവർ കയർ കൊണ്ടവനെ ബന്ധിച്ചു. എന്നിട്ട് വലിച്ചുയർത്തി എണീപ്പിച്ചു. നിൽക്കൂ! ഒരു സ്ത്രീ ശബ്ദം അവിടെ മുഴങ്ങി. രാഹുൽ തലയുയർത്തി നോക്കി. മുന്നിൽ കറുത്ത വസ്ത്രമണിഞ്ഞൊരു രൂപം. ഇന്നുവരെ ആരും കടന്നുവരാത്ത, ആരും അറിയാത്ത എന്റെ ഈ രഹസ്യ സാമ്രാജ്യത്തിൽ നിങ്ങൾ എത്തിച്ചേർന്നു. ഇനി ഒരിക്കലും പുറം ലോകം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്കില്ല. ആരാണു നീ? അതിനു മറുപടി ഒരു പൊട്ടിച്ചിരിയായിരുന്നു. ഏറ്റെടുക്കുന്ന ഏത് കേസും തെളിയിക്കുന്ന ക്രൈംബ്രാഞ്ച് ടീം. ബട്ട് ഇവിടെ നിങ്ങൾക്ക് പിഴച്ചു. ആരാരും അറിയാതെ എല്ലാവരും ഇവിടെ തീരും. വീണ്ടും അവൾ പൊട്ടിച്ചിരിച്ചു. പിന്നെ ഒരു ദിശയിലേക്ക് വിരൽ ചൂണ്ടി. നോക്കൂ! അവൾ ചൂണ്ടിയ ദിശയിലേക്ക് രാഹുൽ നോക്കി. അവിടുത്തെ കാഴ്ച കണ്ട് രാഹുൽ ഞെട്ടി. തന്റെ കൂടെയുണ്ടായിരുന്ന എല്ലാവരും അവരുടെ പിടിയിലായിരിക്കുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ രാഹുൽ പതറി. പെട്ടെന്ന് അവിടെയെല്ലാം മഞ്ഞുപോലെ പുക നിറയാൻ തുടങ്ങി. പരസ്പരം കാണാനാകാത്ത പുകയായി. ആരുടെയൊക്കെയോ നിലവിളി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. ആരോ രാഹുലിനെ വലിച്ചുകൊണ്ടുപോയി. രാഹുൽ! ഹരിയുടെ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞു. ഹരി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? രാഹുൽ, സംസാരിച്ചു നിൽക്കാൻ നേരമില്ല. രാജേഷ് ഇവരുടെ പിടിയിലാണ്. നമുക്ക് എത്രയും വേഗം അവനെ കണ്ടെത്തണം. അതും പറഞ്ഞ് ഹരി വേഗത്തിൽ മുന്നോട്ടു നടന്നു. ഇടനാഴിയിലൂടെ ഭിത്തിയുടെ ഓരോ ഭാഗവും കയ്യിലിരുന്ന ഇരുമ്പ് വടികൊണ്ട് തട്ടിക്കൊണ്ടായിരുന്നു അവൻ നടന്നത്. ഇടയ്ക്ക് അവൻ നിന്നു. അവിടെ ഭിത്തിയിൽ വീണ്ടും വീണ്ടും ആഞ്ഞടിച്ചു. ആ ഭിത്തി പതിയെ സൈഡിലേക്ക് മാറി. രാഹുൽ അമ്പരന്ന് നോക്കി നിന്നു. അതിനുള്ളിൽ നിന്നും കോട്ട് ധരിച്ചൊരാൾ പുറത്തേക്ക് പാഞ്ഞു വന്നു. ഹരി കയ്യിലിരുന്ന ഇരുമ്പ് വടിയാൽ അയാളെ അടിച്ച് നിലം പരിശാക്കി. രാഹുലും ഹരിയും അതിനുള്ളിലേക്കു കയറി. അവിടെ ചില്ലുകൂടിനുള്ളിൽ 3-4 മനുഷ്യർ, തലയൊക്കെ മൊട്ടയടിച്ച രൂപങ്ങൾ. അവർ യാതൊരു ഭാവഭേദവുമില്ലാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഹരി, ഇതൊരു പരീക്ഷണശാല പോലുണ്ടല്ലോ. ഇവരെയെല്ലാം എന്തോ പരീക്ഷണങ്ങൾ നടത്തുകയായിരുന്നെന്ന് തോന്നുന്നു. അതേ രാഹുൽ, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. അവയവ കൈമാറ്റ പരീക്ഷണങ്ങൾക്കായി ജീവനുള്ളതും ഇല്ലാത്തതുമായ മനുഷ്യനെ നൽകുക. ഇതിലൂടെ ലക്ഷങ്ങളാണ് ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ പുറം ലോകം അറിയാത്തൊരു റാക്കറ്റ്. ഇതിന്റെ ചുരുളഴിച്ചേ തീരൂ രാഹുൽ. എത്രയും വേഗം രാജേഷിനെ കണ്ടെത്തണം. കൂടെ ആദിത്യനെയും. ആദിത്യൻ? പറഞ്ഞു നിൽക്കാൻ സമയമില്ല രാഹുൽ. ആദിത്യൻ ഇവിടെയുണ്ട്. ആദിത്യൻ മാത്രമല്ല, മറ്റു പലരും. ഓരോ സ്ഥലങ്ങളും അരിച്ചുപെറുക്കി നോക്കിയവർ. എന്നാൽ രാജേഷിനെയോ ആദിത്യനെയോ കണ്ടെത്താനായില്ല. അപ്പോഴേക്കും അതിനുള്ളിലെ ഗ്യാങ്ങിനെ മുഴുവൻ അനിരുദ്ധനും കൂട്ടരും കീഴ്പ്പെടുത്തിയിരുന്നു. രാഹുലും ഹരിയും നിരാശയോടെ തിരിച്ച് അവർക്കരികിലേക്ക് ചെന്നു. അപ്പോഴേക്കും അനിരുദ്ധ് അറിയിച്ചതനുസരിച്ച് കൂടുതൽ ഫോഴ്സും അവിടെ എത്തിയിരുന്നു. ഹരി പതിയെ നടന്ന് ആ സ്ത്രീയുടെ അടുത്തെത്തി. അവളുടെ മുഖത്തെ വസ്ത്രം മാറ്റി. അലീന! അലീന, നീയാണോ അപ്പോൾ ഇതിനു പിന്നിൽ? നീയപ്പോൾ അമേരിക്കയിലായിരുന്നില്ലല്ലേ? അത് ഞാൻ പറഞ്ഞു തരാം ഹരി. രാഹുൽ അവനടുത്തേക്ക് വന്നു. അന്ന് പ്രഭാകരന്റെയും മാധവിന്റെയും ഫോണിലെ നമ്പറിനെ കുറിച്ച് അന്വേഷിക്കാൻ നീ പറഞ്ഞിരുന്നില്ലേ? ആ നമ്പർ അമേരിക്കയിൽ കാർ ഡ്രൈവറായി ജോലി ചെയ്യുന്ന സഞ്ജയ് എന്ന ആളുടെ നമ്പറായിരുന്നു. പക്ഷെ അയാൾക്ക് പ്രഭാകരനെയോ മാധവിനെയോ ഒന്നും അറിയില്ല. അയാൾ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു.
സഞ്ജയ് ഇവരുടെ കമ്പനിയിലെ ഡ്രൈവറാണെന്ന് അന്വേഷണത്തിൽ മനസ്സിലായി. സഞ്ജയുടെ സിമ്മിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി ജോൺ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുടുങ്ങാനുള്ള ഇര അതായിരുന്നു സഞ്ജയ്. അയാൾക്ക് ഇതൊന്നും അറിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. പിന്നെ ജോണിന്റെയും ഇവളുടെയും പിന്നാലെയായി. മാധവും പ്രഭാകരും ദേവയാനിയും കൊല്ലപ്പെട്ടപ്പോഴും ഇവളെവിടെ ഉണ്ടായിരുന്നു? ഈ റാക്കറ്റിന്റെ കൺട്രോളിംഗ് പവർ, ഇതിന്റെ ബുദ്ധികേന്ദ്രം ഇവളാണ് ഹരി. പെട്ടെന്ന് അലീന പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. പിന്നെ ക്രൗര്യത്തോടെ അവനെ നോക്കി.